വോട്ടെല്ലാം ചെയ്യാൻ പോകുന്നു. എല്ലാ അറേഞ്ച്മെൻറ്റ്സ് ആയിട്ടുണ്ട്. ഇന്ന് 3 മണിക്ക് ഞാൻ എല്ലാ കളക്ടേഴ്സിൻ്റെ ഒരു റിവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും വളരെ കോൺഫിഡൻ്റ് ആണ്. കളക്ടർമാർ മാത്രമേ അല്ല, നമ്മുടെ AROs അസിസ്റ്റൻറ്റ് റിട്ടേണിംഗ് ഓഫീസേഴ്സ് അവരാണ് ആക്ച്വലി കൗണ്ടിങ് നടത്താൻ പോകുന്നത് ഓരോരോ ഹാളിൽ. അവരെല്ലാവരും കോൺഫിഡൻ്റ് ആണ്. എല്ലാ അറേഞ്ച്മെൻറ്റ്സ് ഇൻ പ്ലേസ് ആണ്. നമ്മൾ എല്ലാം കോൺഫിഡൻ്റ് ആണ് ചെയ്യാൻ വേണ്ടി. എനിക്കാണ് പോസ്റ്റൽ ബാലറ്റ്സ് ആൻഡ് കൗണ്ടിങ് തുടങ്ങാൻ പോകുന്നു. 8:30 EVMസിൻ്റെ കൗണ്ടിങ് തുടങ്ങും. സോ ഫസ്റ്റ് നമുക്ക് ട്രെയിൻസ് ഒരു 9 മണിക്ക് കിട്ടും. അങ്ങനെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അങ്ങനെ എല്ലാം സജ്ജമാണ്, സർവ്വസജ്ജമാണ്, തെരഞ്ഞെടുപ്പിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഓക്കെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അമൽ തേനംപറമ്പിൽ നൽകും വിവരങ്ങൾ. സംസ്ഥാനത്തെ പൊതുസ്ഥിതി വിലയിരുത്താനും അല്ലെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം. അമൽ, എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്? എല്ലാം സജ്ജമാണോ? സുരക്ഷയ്ക്കായിക്കോട്ടൊക്കെ തന്നെ എത്രത്തോളം ആളുകളെ പോലീസ് സേനാ വിഭാഗങ്ങളെയൊക്കെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്? ആദ്യ ഫലസൂചനകളൊക്കെ നമുക്ക് എപ്പോൾ പ്രതീക്ഷിക്കാം അമൽ? പ്രജീഷ്, നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് നാട്. എന്തായാലും ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. അല്പം മുമ്പ് തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ തിരുവനന്തപുരം 2 മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ നടക്കുന്ന മാർഗവനൂസ് കോളേജിലേക്ക് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ എത്തിയിരുന്നു. ഇവിടെ സന്ദർശിച്ച് ഇപ്പോൾ മടങ്ങിയിട്ടുണ്ട്. ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി എന്നുള്ളതാണ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. നമ്മളിപ്പോൾ ഈ വോട്ടെണ്ണൽ നടക്കുന്ന കേന്ദ്രത്തിലാണുള്ളത്. കാണാൻ കഴിയും, ഇവിടെ മണ്ഡലങ്ങൾ തിരിച്ച് ഇങ്ങനെ എണ്ണുന്ന സ്ഥലം ഏതാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ മണ്ഡലങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തും. പക്ഷേ ഇവിടെ നിന്നും ഈ RO ഓഫീസിൽ നിന്നുമാകും വിവരങ്ങൾ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുക. ഈ വോട്ടെണ്ണലിൻ്റെ ഒരു രീതി കൂടി പറഞ്ഞു പോകാം. അതായത് നിലവിൽ 2 പാർലമെൻറ്റ് മണ്ഡലങ്ങൾ, അതായത് തിരുവനന്തപുരത്തിൻ്റെ കാര്യമെടുത്ത് പരിശോധിച്ചാൽ, ഉദാഹരണമായി പറഞ്ഞാൽ 7 നിയോജക മണ്ഡലങ്ങളുണ്ട്. ആ 7 നിയോജക മണ്ഡലങ്ങളിലായി 14 ടേബിളുകളിൽ ഒരേ സമയം വോട്ടെണ്ണൽ നടക്കും. അറ്റ് എ ടൈം, അതായത് ഒരേ സമയത്ത് തന്നെ 1 മുതൽ 14 വരെയുള്ള ബൂത്തുകളിലെ വോട്ട് ആദ്യഘട്ടത്തിൽ എണ്ണും. പിന്നീട് 14 മുതൽ അങ്ങോട്ടുള്ള 14 മണ്ഡലങ്ങളുടെ വോട്ട് എണ്ണും. അങ്ങനെ അതാകും ഈ 1 മുതൽ 14 വരെ എന്നുള്ളതാകും 1ാം റൗണ്ട്. അങ്ങനെയാകും റൗണ്ട് കണക്കാക്കുക. അവിടെ നിന്നും ഈ പറയുന്ന നമ്മളിപ്പോൾ കാണുന്ന, ഇതിപ്പോൾ കാട്ടാക്കട എണ്ണുന്ന സ്ഥലമാണ് കാണുന്നത്. അങ്ങനെയുള്ള മണ്ഡലങ്ങളിലെ കണക്കുകൾ 7 മണ്ഡലങ്ങളിലെയും ഇവിടേക്ക് എത്തിച്ച ശേഷമായിരിക്കും RO സൈൻ ചെയ്തതിന് ശേഷം വെബ്സൈറ്റിലേക്ക് ഇത് അപ്ലോഡ് ചെയ്യുക. ആ സമയത്ത് മാത്രമേ കൃത്യമായ കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് നമുക്ക് ലഭ്യമാകൂ. പക്ഷേ മീഡിയ സെൻറ്ററിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ വോട്ടെണ്ണലിൽ അപ്പോൾ തന്നെ നൽകാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോസ്റ്റൽ വോട്ടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് പോസ്റ്റൽ വോട്ട് 8 മണി മുതൽ 8:30 വരെ പോസ്റ്റൽ വോട്ട് എണ്ണും. 8:30 മുതലാകും പിന്നീട് ഈ EVM എണ്ണി തുടങ്ങുക. അപ്പോൾ ഈ പിന്നീട് അവശേഷിക്കുന്ന പോസ്റ്റൽ വോട്ടുകൾ എന്ത് ചെയ്യും? അത് പിന്നീട് ഈ EVM എണ്ണി തീർന്നതിന് ശേഷം എണ്ണാൻ മാറ്റിവെക്കുമോ? അങ്ങനെ അത് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ക്രമക്കേട് നടക്കാനുള്ള സാധ്യതയുണ്ട് തുടങ്ങിയ വിമർശനങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ സഞ്ജയ് കൗൾ വ്യക്തമാക്കിയതനുസരിച്ചാണ് എങ്കിൽ EVM എണ്ണുന്നതിനൊപ്പം തന്നെ 8 മുതൽ 8:30 വരെ പോസ്റ്റൽ വോട്ട് മാത്രം എണ്ണും. അതിനുശേഷം പിന്നീട് 8:30 മുതൽ അങ്ങോട്ടുള്ള സമയത്ത് EVM എണ്ണുന്നതിനൊപ്പം തന്നെ ഈ പോസ്റ്റൽ വോട്ടും എണ്ണും. അത് പിന്നീടത്തേക്ക് മാറ്റിവെക്കില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണമാണ് എല്ലാ പോളിംഗ് ബൂത്തിലും ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല വടകരയുടെ കാര്യം കൃത്യമായി തന്നെ സഞ്ജയ് കൗൾ എടുത്ത് പറയുകയും ചെയ്തിരുന്നു. വടകരയിൽ നേരിയ തോതിലുള്ള ചില പ്രശ്ന സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ അവിടെ കൃത്യമായി തന്നെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് വൈകിട്ട് അങ്ങനെ എല്ലാം സജ്ജമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. എല്ലാം കൃത്യതയോടുകൂടി തന്നെ മുന്നോട്ട് പോകുമ്പോൾ മാതൃഭൂമി ന്യൂസും ആ ഒരു ഉറപ്പ് പ്രേക്ഷകർക്ക് നൽകിയാണ്.